പ്രാർത്ഥിക്കുക. രോഗിയുടെ അടുക്കൽ ചെന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു, അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ് വഷ്ഫി അൻത ശാഫി. രോഗിയുടെ തലയിൽ വെച്ച്, പുരുഷനാണെങ്കിൽ തലയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. മയ്യത്താണെങ്കിൽ മയ്യത്ത് കാണുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു. ഈ പ്രാർത്ഥന ഖുർആൻ ഓതാൻ വേണ്ടി വാശി പിടിക്കുന്ന, ബിദ്അത്ത് ചെയ്യാൻ വാശി പിടിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും അറിയില്ല. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വർഫഅ ദർജതഹു ഫിൽ മഹ്ദിയീൻ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മയ്യത്ത് കാണുമ്പോൾ ആ മയ്യത്തിനുള്ള പ്രാർത്ഥന, അതാണ് ഇവിടെ ഖൈർ കൊണ്ട് ഉദ്ദേശം. അതുപോലെ തന്നെ വതലബുൽ ലുത്ഫ് ബിഹി, അല്ലാഹു അദ്ദേഹത്തിന് വിട്ടുകൊടുക്കാനും വതഖ്ഫീഫി അൻഹു, അദ്ദേഹത്തിന് ശിക്ഷ ലഘൂകരിച്ചു കൊടുക്കാനും ഒക്കെയുള്ള ആ രീതിയിൽ ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് വഖൂലു ഖൈറ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ അവിടെ വെച്ച് ഖുർആൻ ഓതണമെന്ന് ഈ ഹദീത്ത് വിശദീകരിച്ചുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരാരും തന്നെ പറഞ്ഞിട്ടില്ല എന്നാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് നൗഫൽ, കാഞ്ഞിരത്താണ്. ഞാനൊരു സുന്നി ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ഒരു ചോദ്യം, ഈ അടുത്ത് ഞാനൊരു സുന്നി പണ്ഡിതൻ്റെ പ്രസംഗം കേൾക്കാനിടയായി. അദ്ദേഹം പറയുന്നത് മുജാഹിദ് ജമാഅത്ത് ആരോപിക്കുന്ന ബിദ്അത്തുകൾ, അതിൽ അദ്ദേഹം പറയുന്നത്, ഉദാഹരണത്തിന് മരണത്തിന് അന്നുള്ള ഖുർആൻ പാരായണമായാലും നിസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയായാലും നല്ല കാര്യമല്ലേ, അത് നല്ല ബിദ്അത്താണ് എന്നതാണ്. അപ്പോൾ ഇസ്ലാമിൽ അങ്ങനെ ഒരു നല്ല ബിദ്അത്ത്, ചീത്ത ബിദ്അത്ത്, അങ്ങനെ ഒരു കാറ്റഗറി തിരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. പിന്നെ നല്ലതായതുകൊണ്ട് അത് നബി പഠിപ്പിച്ചിട്ടില്ലെങ്കിലും അത് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ഒന്ന്. അടുത്തത്, മൗലൂദ് നബിയെ പുകഴ്ത്തുന്നത് നല്ലതാണ്, അത് ഇബാദത്താണെന്നുള്ളത് ആർക്കും സംശയമില്ല. പക്ഷെ മൗലൂദുകളിലുള്ള കുറച്ച് തെറ്റുകൾ, അതായത് വൈരുദ്ധ്യങ്ങൾ മുജാഹിദ് പണ്ഡിതന്മാരൊക്കെ കാണിക്കാറുണ്ട്. അത് ഒഴിവാക്കിയാൽ മൗലൂദ് പാരായണം ചെയ്യാൻ ശരിയാവുമോ, അത് സഹിയാണോ എന്നുള്ളതാണ് ഒരു ചോദ്യം. പിന്നെ ഒന്നുകൂടെ ഒരവസരം ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഞാൻ എൻ്റെ ഉസ്താദുമാരോട് ചോദിക്കാറുണ്ട് പല കാര്യങ്ങളും, പല സംശയങ്ങളും. അപ്പം അവർ പറയുന്ന ചില കാര്യങ്ങൾ, ഒന്ന്, ഇപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ ഉസ്താദുമാർ പറയുന്നതാണ്, ഞങ്ങൾക്കാണെങ്കിൽ ഉസ്താദുമാരെ അങ്ങനെ പോവുകയാണെങ്കിൽ ഞങ്ങളെ പാരമ്പര്യം നബിയുടെ അടുത്തേക്ക് എത്തും. ഒരു മുജാഹിദ് പണ്ഡിതൻ്റെ ഉസ്താദുമാരെ അങ്ങനെ നബിയുടെ അടുത്തേക്ക് എത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ ഒന്ന്, ഉമർ റളിയല്ലാഹു അൻഹു തെറ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ഒരു ആരോപിക്കുന്ന വേറൊരു കാര്യം. അതായത് നബി ചെയ്യാത്തൊരു കാര്യം ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തു. അതായത് തറാവിയുടെ കാര്യമാണ് പറഞ്ഞിരുന്നത്. 20 റക്അത്ത് ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ നിസ്കരിച്ചു എന്നും മുജാഹിദ് പറയുന്നു, അത് അത്ര ഇല്ല എന്നുള്ളതും. അപ്പോൾ ഉമർ റളിയല്ലാഹു തെറ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. പിന്നെ നന്ദി. ഒരവസരമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല, എത്രയും അവസരമുണ്ട്. നമ്മൾ ആദ്യം പ്രത്യേകം പറഞ്ഞു, ഒരാൾക്ക് ഒരവസരം എന്ന് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഉണ്ടെന്നല്ല, എത്രയും ചോദിക്കാം. പിറകിൽ ആളുകളുണ്ടെങ്കിൽ അവരും കൂടി പരിഗണിക്കണം എന്നേ ഉള്ളൂ. ഒരാൾ തന്നെ പത്തനംതിട്ട നിന്നിട്ട് വേറെ ആൾക്ക് അവസരം കിട്ടാത്ത രൂപത്തിൽ ആയി പോകണ്ടെന്നുള്ളതൊക്കെ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. എത്രയും ചോദിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പം 4 കാര്യമാണ് സുഹൃത്ത് ചോദിച്ചത്. ഒന്ന്, നല്ല ബിദ്അത്ത് എന്നത് ഇസ്ലാമിലുണ്ടോന്നാണ്. ഇല്ല, ബിദ്അത്തുകളെല്ലാം ചീത്തയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ചുരുങ്ങിയത് 1000 പ്രാവശ്യമെങ്കിലും പറഞ്ഞ ഹദീസാണ് വകുല്ല ബിദ്അത്തിൻ ളലാല എന്ന ഹദീസ്. കാരണം അവിടുത്തെ ഖുതുബകളിൽ, അവിടുത്തെ പ്രസംഗങ്ങളിൽ, അവിടുത്തെ ഉപദേശങ്ങളിൽ എല്ലാം അവിടുന്ന് ആദ്യമായി പറയുമായിരുന്നു, ഏറ്റവും ഖൈറായ കലാം റബ്ബിൻ്റെ കലാമാണ്, ഖൈറായ സുന്നത്ത് നബിയുടെ സുന്നത്താണ് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ശർറായത് പിൽക്കാലത്ത് കടന്നു വരുന്ന ബിദ്അത്തുകളാണ്, ബിദ്അത്തുകളെല്ലാം വഴികേടാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണയായി ഓർമ്മിപ്പിക്കാറുണ്ട്. അപ്പം ചുരുങ്ങിയത് 1000 പ്രാവശ്യമെങ്കിലും, 500ഓളം ജുമുഅക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേതൃത്വം നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു അഅലം. അവർ 1000 തവണയെങ്കിലും അവിടുന്ന് പറഞ്ഞൊരു ഹദീസാണ് വകുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും വഴികേടാണ്. ഒരിക്കൽ പോലും ചിലതൊഴികെ എന്നൊരു പരാമർശം അവിടെ നടത്തിയിട്ടില്ല. അത് എന്തിനാണ് എല്ലാ ഉപദേശങ്ങളിലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിങ്ങനെ ആവർത്തിച്ചത്? അതിൻ്റെ ഗൗരവം തന്നെയാണ് അതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
സ്വഹാബിയായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വകുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും വഴികേടാണ്. വഇൻ റആഹൻ നാസു ഹസന, ജനങ്ങൾ അത് നല്ലതാണ് എന്ന് അഭിപ്രായപ്പെട്ടാലും ശരി, നല്ലതാണ് എന്ന് ജനങ്ങൾ അഭിപ്രായപ്പെട്ടാലും ശരി, ബിദ്അത്താണോ വഴികേടാണ്. പിന്നെ ഭാഷാപരമായ ബിദ്അത്ത് ഉണ്ടാവും. ബിദ്അത്ത് എന്ന വാക്കിന് അറബി ഭാഷയിൽ മുമ്പില്ലാത്തത് എന്നേ അർത്ഥമുള്ളൂ. അത് ദീനിന്റെ കാര്യമല്ല. ഏതും നമ്മുടെ നാട്ടിൽ ഈ റോഡ് ബിദ്അത്താണെന്ന് പറയാം. ഒരു 100 കൊല്ലം മുമ്പ് ഇവിടെ റോഡില്ല, ഇടവഴിയായിരിക്കാം, പിന്നെ ഇത് റോഡായി മാറി, അതുകൊണ്ട് ബിദ്അത്ത് എന്ന് പറയാം. അതേപോലെ മൈക്ക് ബിദ്അത്താണ് എന്ന് പറയാം. നമ്മൾ ധരിക്കുന്ന ഡ്രസ്സുകൾ ബിദ്അത്താണ് എന്ന് പറയാം, അറബി ഭാഷ പ്രകാരം, മതത്തിലുള്ള ബിദ്അത്തല്ല. ആ ബിദ്അത്ത് പറയുമ്പോൾ നല്ലതും ചീത്തയും എന്നൊക്കെ പണ്ഡിതന്മാർ പറയാറുണ്ട്. കാരണം ചില ബിദ്അത്ത് നല്ലതുണ്ടാവും, ചില ബിദ്അത്ത് അതിലും ചീത്തയായതുണ്ടാകും. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന പള്ളികൾ, മദ്രസകൾ, അതൊക്കെ റസൂലുള്ളാഹിയുടെ കാലത്ത് ഓലയാണ്, ഈത്തപ്പനയുടെ ഓലയാണ്. ഇന്നത് കോൺക്രീറ്റായി, ഓടായി, അതേപോലെ മാർബിൾ വന്നു, ടൈല് വന്നു. ഭാഷാപരമായി ബിദ്അത്ത് എന്ന് പറയാം, എന്നാൽ നല്ല കാര്യമാണ്. എന്നാൽ മതത്തിലേക്ക് ഒരു പുതിയ ആചാരം കയറി വരുന്നുവെങ്കിൽ അവിടെ നല്ലതും ചീത്തയും എന്ന് പണ്ഡിതന്മാർ ആരും എടുത്തു പറഞ്ഞിട്ടില്ല. ഇമാം ഷാഫിയുടെ അധ്യാപനങ്ങളിലാണ് കണ്ടിടത്തോളം ആദ്യകാലങ്ങളിൽ ആ നിലക്കുള്ള ഒരു വേർതിരിവ് കാണാൻ സാധിക്കും. മദ്മൂമത്തും മംദൂഹത്തും എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിതമായതും പ്രശംസനീയമായതും എന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ചത്, ആ ദീനിലുള്ള ബിദ്അത്തിനെ എല്ലാ അദ്ദേഹം വ്യാഖ്യാനിച്ചത് ഇത്തരം കാര്യങ്ങളെയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഇസ്ബ് ബിൻ അബ്ദുസ്സലാം റഹിമഹുല്ലാ, അദ്ദേഹം ബിദ്അത്തിനെ 5 ആക്കി വിഭജിച്ചിട്ടുണ്ട്. അതും ഭാഷാപരമായ അർത്ഥത്തിലാണ്, ദീനിലുള്ള ബിദ്അത്തുകൾ എന്ന അർത്ഥത്തിലല്ല. പിൽക്കാലക്കായ ചില പണ്ഡിതന്മാർ ദീനിൽ കടന്നുകൊണ്ട ആചാരങ്ങളെയും ഉണ്ടാക്കി വേർതിരിച്ച് നല്ലതും ചീത്തമെന്ന് പറഞ്ഞവർ വളരെ അടുത്ത കാലഘട്ടങ്ങളിൽ 100, 200, 300 കൊല്ലം ഇപ്പുറം ജീവിച്ച ആളുകളിൽ കാണാൻ കഴിയുമെന്നല്ലാതെ ആധികാരികരായ മുൻഗാമികളായ പണ്ഡിതന്മാരിൽ ആരും ആ നിലയ്ക്കൊരു വേർതിരിവ് മതത്തിലുള്ള ബിദ്അത്തുകളിൽ കാണിച്ചതായി കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് നല്ലതാണ് എന്ന ന്യായം പറഞ്ഞുകൊണ്ട് ദീനിലേക്ക് സംഗതി കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനെ കൊണ്ടുവന്നാൽ പിന്നെ ചീത്ത ബിദ്അത്ത് ഏതാ ഉണ്ടാവുക? ഏതാ ചീത്ത ബിദ്അത്തിന്റെ വീട്ടിൽ പുതിയ നിസ്കാരം ആരംഭിച്ചു അയാൾക്ക് പറഞ്ഞൂടെ നല്ല ബിദ്അത്താണ്? ബിദ്അത്താണ്, പക്ഷെ നല്ലതാണ്, നിസ്കാരമല്ലേ. വേറൊരുത്തം പുതിയ നോമ്പുണ്ടാക്കി, അതും നല്ലതാണെന്ന് പറഞ്ഞൂടെ? ഖുർആനോത്ത് മാത്രമല്ലല്ലോ. അപ്പൊ പിന്നെ ചീത്ത ബിദ്അത്ത് എന്ന ഒന്നും ഇല്ലാതായി പോകും. എല്ലാം നല്ല ബിദ്അത്താണ്, അല്ലാത്ത ഏതാണ്ടാവുക? ഇനി ഈ നല്ല ബിദ്അത്ത് ന്യായം പറഞ്ഞ മുസ്ലിയാക്കന്മാർ ചോദിച്ചു നോക്കുക, എന്നാൽ ചീത്ത ബിദ്അത്തിന് ഒരു ഉദാഹരണങ്ങൾ പറയാൻ കഴിയില്ലല്ലോ. പറയാൻ കഴിയുന്ന നബി ഇത്ര അധികം താക്കീത് ചെയ്ത സംഗതി ഇന്ന് സമൂഹത്തിൽ ഇല്ല എന്ന് പറയാൻ കഴിയും. അപ്പോൾ ചീത്ത ബിദ്അത്താണ് എല്ലാം, നല്ല ബിദ്അത്ത് എന്ന ഒന്നില്ല. വകുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും വഴികേടുകളാണ്. അപ്പൊ മതത്തിൽ കടന്നു വരുന്ന പിൽക്കാലത്ത് കടത്തിക്കൂട്ടിയ പുതിയ പുതിയ ആചാരങ്ങളാണ് ബിദ്അത്തുകൾ. അവയെല്ലാം മോശമായി തന്നെയാണ്. അത് കള്ളുകൂടിയും വ്യഭിചാരവും ഒന്നും അല്ല ബിദ്അത്ത്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അത് ഇബാദത്തായിട്ടാണ് വരിക, അതാണ് ബിദ്അത്ത്. കള്ളുകൂടി ബിദ്അത്തല്ല, വ്യഭിചാരം ബിദ്അത്തല്ല. ബിദ്അത്ത് എന്നതിന് നിർവചനം തന്നെ പണ്ഡിതന്മാർ നൽകിയത് മതത്തിൽ റബ്ബിലേക്ക് അടുക്കാനുള്ള താല്പര്യത്തോടു കൂടി പൂർത്തിയായ മതത്തിൽ പിന്നീട് ഉണ്ടാക്കിയെടുക്കുന്ന ആചാരങ്ങൾക്കാണ് അവർ ബിദ്അത്ത് എന്ന പദം തന്നെ സാങ്കേതികമായി ഉപയോഗിച്ചു പോകുന്നത്. അത് ഖുർആനോത്തായിരിക്കും, അത് ദിക്റായിരിക്കും, അത് ദുആ ആയിരിക്കും, അത് നമസ്കാരമായിരിക്കും, അത് നോമ്പായിരിക്കും. അതാണ് ബിദ്അത്തായിട്ട് വരിക. അതെല്ലാം ചീത്തയാണ്. നല്ല ബിദ്അത്ത് എന്ന ഒന്ന് അതിൽ ഇല്ല. രണ്ടാമത് മൗലിദുമായി ബന്ധപ്പെട്ട് അതിൽ ആക്ഷേപിക്കപ്പെടുന്ന വരികൾ ഒഴിവാക്കിയാൽ പിന്നെ ചൊല്ലാമോന്നോ? പറ്റൂല. അഞ്ഞ് മൗലിദ് എന്നല്ല, റബീഉൽ അവ്വൽ മാസം 12-ന് ഒരാൾ സ്പെഷ്യൽ ഒരു ഖുർആനോത്ത് ഉണ്ടാക്കി, അതും ബിദ്അത്താണ്. മൗലിദൊക്കെ പോട്ടെ, റബീഉൽ അവ്വൽ അല്ലേ, 12 റസൂൽ ജനിച്ചതല്ലേ എന്ന് പറഞ്ഞ അയാൾ 4 ഫാത്തിഹ ഓതിയാൽ അതുപോലും ബിദ്അത്താണ്. കാരണം മതത്തിലേക്ക് പുതിയ ആചാരം കൊണ്ടുവരുന്നുവെങ്കിൽ അതിൻ്റെ ആശയം എത്ര ഉന്നതമായതാണെങ്കിലും അത് മതത്തിന്റെ ഭാഗമായി മാറുകയില്ല. അതോടൊപ്പം അതിൽ അന്ധവിശ്വാസങ്ങളുണ്ട്, അതിൽ തെറ്റുകളുണ്ട്, കള്ളക്കഥയുണ്ട്, അതിൽ ശിർക്കുണ്ട്, റബ്ബല്ലാത്ത വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആശയങ്ങൾ പോലും അതിലുണ്ട്. അതോടുകൂടി അത് കൂടുതൽ ഗൗരവമായി മാറി. അതൊന്നുമില്ല. റബീഉൽ അവ്വൽ മാസം 12-ന് 4 ആളെ കൂടി ഖുർആൻ ഓതി ഭക്ഷണം കഴിച്ച് പിരിഞ്ഞാൽ അത് പോലും ബിദ്അത്തായിട്ടാണ് മാറുക. കാരണം ഇസ്ലാമിക അധ്യാപന പ്രകാരം റബീഉൽ അവ്വൽ മാസം 12-ന് അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാൻ പഠിപ്പിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 23 കൊല്ലം നബിയായി ജീവിച്ചു. 22 റബീഉൽ അവ്വൽ പൂർണ്ണമായും കിട്ടി. 23-ാമത്തെ റബീഉൽ അവ്വലിൽ 12-ാം തീയതി ഹബീബ് വഫാത്തായി. ഈ 23 റബീഉൽ അവ്വൽ മാസങ്ങളിൽ എന്തെങ്കിലും ഒന്ന് ഞാൻ ജനിച്ച മാസമാണെന്ന് പറഞ്ഞ്, ഞാൻ ജനിച്ച ദിവസമാണെന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒന്ന് ചെയ്തതായി കാണാൻ സാധിക്കുന്നില്ല. ജനിച്ച ഡേറ്റ് റബീഉൽ അവ്വൽ 12 ആണോ അല്ലേ മുസ്ലിം ലോകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട്.
8 എന്നും 9 എന്നും 12 എന്നും 17 എന്നും ഒക്കെ അഭിപ്രായം പറഞ്ഞവരുണ്ട്. റബീഉൽ അവ്വലാണെന്നും റബീഉൽ ആഖിറാണ് എന്നും അതേപോലെ ശഅബാനാണെന്നും റമദാനാണെന്നും അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാർ മുസ്ലിം ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. തിങ്കളാഴ്ചയാണ് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞു, തിങ്കളാഴ്ചയാണ് ഞാൻ ജനിച്ചത്. ബാക്കിയെല്ലാം അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളാണ്. അതും തെളിവാണ്. ഒരിക്കലും അതിൽ പ്രത്യേകിച്ച് ആചാരങ്ങൾ ഇല്ല എന്നതിന്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് എന്തെങ്കിലും പ്രത്യേകമായി പഠിപ്പിച്ചിരുന്നുവെങ്കിൽ പിന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല എന്നാ ജനിച്ചത്. ആ അഭിപ്രായ വ്യത്യാസം ഇന്നും മുസ്ലിം ലോകത്ത് നിലനിൽക്കുന്നു. ധാരാളം അഭിപ്രായങ്ങളുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാർ, ചരിത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മൗലിദ് കിതാബിൽ പോലും ബർസഞ്ചി മൗലിദിൽ കാണാം, വഖ്തുലിഫ ഫീ ആമി വിലാദത്തിഹി, നബി തങ്ങൾ ജനിച്ച കൊല്ലത്തെപ്പറ്റി അഭിപ്രായ വ്യത്യാസമുണ്ട്. വഫീ ശഹ്രിഹി, മാസത്തെപ്പറ്റി അഭിപ്രായ വ്യത്യാസമുണ്ട്. വഫീ യൗമിഹി, ജനിച്ച ദിവസത്തെപ്പറ്റി അഥവാ ആ ഡേറ്റിനെ പറ്റി അഭിപ്രായ വ്യത്യാസമുണ്ട്. അല അഖ്വാദിൽ ഉലമാഇ മർവിയ, ധാരാളം അഭിപ്രായങ്ങൾ പണ്ഡിതന്മാരിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നുവെന്ന് ബർസഞ്ചി മൗലിദിൽ കാണാൻ പറ്റും. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചരിത്രം രേഖപ്പെടുത്തിയ അൽ മവാഹിബുൽ ലദുനിയ എന്ന അല്ലാമ ഖസ്തലാനിയുടെ ഗ്രന്ഥം, അതിൽ 1-ാം പാഠത്തിൽ നബിയുടെ വഫാത്തുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കൊല്ലത്തെക്കുറിച്ചും മാസത്തെക്കുറിച്ചും ഡേറ്റിനെ കുറിച്ചും ധാരാളം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിലൊരു പൂർണ്ണമായി ഒത്തൊരുമിച്ചുകൊണ്ട് ഇന്ന ഡേറ്റാണ് എന്ന് തീരുമാനമാക്കി മുസ്ലിം ലോകം ഐക്യകണ്ഠനം സ്വീകരിച്ചു പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല എന്ന് കൂടി നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കുക. 3-ാമത് എന്തായിരുന്നു? പാരമ്പര്യം. സുന്നി പണ്ഡിതന്മാർക്ക് പാരമ്പര്യമുണ്ട്, മുജാഹിദ് പണ്ഡിതന്മാർക്ക് പാരമ്പര്യം ഉണ്ടോന്നാണ്. ഒലിക്കുണ്ടെങ്കിൽ ഒലക്കാളേറെ നമുക്ക് ഉണ്ടാവാൻ വകുപ്പുണ്ട്. പാരമ്പര്യം എന്ന് പറഞ്ഞാൽ കുറേ ഉസ്താദന്മാരെ പേര് എഴുതിച്ചുകൊണ്ട് പാരമ്പര്യം ആവുമല്ലോ. അപ്പം ഇവർ ചെയ്യുന്ന പാരമ്പര്യം അതാണ്. നിങ്ങൾ ഏത് ഉസ്താദും ചോദിച്ചു നോക്കി, നബി വരെ എത്ര പാരമ്പര്യങ്ങൾ പറയുന്നു ചോദിച്ചു നോക്കി, അയാൾ പാരമ്പര്യം പറയും. ആ പാരമ്പര്യം കാണാൻ പറ്റും എവിടെ അറിയോ? നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയുടെ ഫിഖ്ഹു സുന്ന എന്നൊരു ബുക്കുണ്ട്, അഖീദത്തു സുന്ന എന്ന് വേറെ ബുക്കുണ്ട്. ആ 2 ബുക്കിനെയും അവസാനത്തെ അയാൾ ഒരു 8-10 പരമ്പര കൊടുത്തിട്ടുണ്ട്. ആ പരമ്പരയാണ് എല്ലാ മൂലമാരും കൊണ്ടെടുക്കുന്നത്, വേറെ ഒന്നുമില്ല. അതിന് പിന്നെ മോൻ്റെ പേര് എഴുതിയേക്കും, അപ്പം ഒരു പാരമ്പര്യമായിരുന്നു. പിന്നെ അടുത്ത ആളെ അടുത്ത ശ്രേണിയിൽ അയാളെ പേര് എഴുതും, അപ്പം അയാൾക്കും പാരമ്പര്യമായി. അതിൻ്റെ അപ്പുറത്ത് എൻ്റെ പേര് എനിക്ക് പാരമ്പര്യമാണ്. ഇപ്പം എൻ്റെ വാപ്പ വയസ്സിയാണ്, ഇപ്പം എൻ്റെ വാപ്പാക്ക് പാരമ്പര്യമാണ്, അപ്പം എനിക്കുണ്ടാവില്ല. എനിക്ക് പാരമ്പര്യം, എൻ്റെ വാപ്പ വയസ്സിയാണ്. പട്ടിക്കാട് ജാമ്യയിൽ 1-ാമത്തെ ബാച്ചിൽ ഫൈസ് ആയിട്ട് വന്നതാണ് എൻ്റെ വാപ്പ. അപ്പം ആ വാപ്പാക്ക് പാരമ്പര്യം ഉണ്ടെങ്കിൽ എനിക്കെങ്ങനെ ഇല്ലാതായി പോവുക? അത് ഉറപ്പല്ലേ? ഫത്തുൽ മുഈൻ എന്നെ പഠിപ്പിച്ച അബൂബക്കർ ഫൈസിയാണ്, മൂപ്പർക്ക് പാരമ്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് ഉണ്ടാവില്ല. അപ്പൊ പാരമ്പര്യം കുറെ പേര് എഴുതിച്ചുകൊണ്ട് കാര്യമില്ല. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിം പോലെ മുസ്ലിയാക്കന്മാരെ സഹായിക്കാൻ ഉണ്ടാക്കിയ ഒരു തട്ടിപ്പാണത്. കുറേ ഉസ്താദന്മാരെ പരമ്പര എഴുതിയിട്ട് അത് എഴുതിയ, ഇപ്പോൾ സ്വഹീഹ് ബുഖാരി ആണെങ്കിൽ ഇമാം ബുഖാരി വരെ എത്തുന്ന പരമ്പര അതിങ്ങനെ എഴുതിയേക്കും. അപ്പം അയാൾ ഉസ്താദ് ഇന്നാള്, അയാൾ ഉസ്താദ് ഇന്നാള്, അയാൾ ഉസ്താദ് ഇന്നാള്, അയാൾ ഉസ്താദ് ഇന്നാള്, അങ്ങനെ ഇപ്പോൾ ഇമാം ബുഖാരി വരെ എത്തും. അപ്പം ഇമാം ബുഖാരിയിൽ നിന്ന് ഇതുവരെയുള്ള പരമ്പര ഞങ്ങൾക്ക് ഉണ്ട്. ഇതാ യഥാർത്ഥത്തിൽ ആ ഒരു പേര് ഇനി ഉണ്ട് സങ്കല്പിക്കുന്നത്. എന്താ കാര്യമുള്ളത്? ആ ബുഖാരി ഉള്ളത് പ്രാവർത്തികമാക്കണ്ടേ? നിങ്ങളുടെ കാര്യമുണ്ടോ? ആ കിതാബ് ചൊല്ലിപ്പോയി അതിനുള്ള പാരമ്പര്യം പ്രാവർത്തികമാക്കുന്നില്ല, പിന്നെ പാരമ്പര്യം കൊണ്ട് കാര്യമുണ്ട്? ഇനി മുജാഹിദ് പണ്ഡിതന്മാർക്ക് ഇല്ലാന്നാണോ ഇരിക്കുന്ന മാലിക് സലഫിക്ക് ഇമാം ബുഖാരി എത്ര പാരമ്പര്യം? ഞങ്ങൾ പ്രസംഗിക്കാൻ പോകില്ല എന്നുള്ളൂ. അത് എവിടെ ഫോട്ടോസ് എടുത്ത് കാണിച്ചു കൊടുക്കലില്ല. അദ്ദേഹം പിന്നെ ബനാറസ് ജാമിയ സലഫിന്ന് പഠിച്ചിറങ്ങിയ മനുഷ്യനാണ്. സ്വഹീഹ് ബുഖാരി ശരിയായ ഉസ്താദിനടുത്ത് പഠിച്ച മനുഷ്യനാണ് ഈ മാലിക് സലഫി. ആ ഉസ്താദിന് ഉപരി ഉസ്താദുണ്ട്, അതിൻ്റെ പരമ്പര ഉണ്ട്. ഇമാം ബുഖാരി എത്തുന്ന പരമ്പര എഴുതി തയ്യാറാക്കി ഉപ്പെടുത്തുന്നുണ്ട്. കാരണം നമ്മൾ വിറ്റ് പൈസയാക്കാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് അത് ഇവിടെ എടുത്ത് കാണിക്കില്ല മാത്രം. മറ്റവനത് വിറ്റ് പൈസയാക്കൽ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഓനത് പറഞ്ഞെടുക്കുന്നു. അപ്പം പാരമ്പര്യം എന്നുള്ളത് ഇവിടെ ഉസ്താദുമാരെ പേരെഴുതി വെക്കുന്നതിലോ ഇങ്ങനെ വാപ്പാര പാരമ്പര്യം പറഞ്ഞതിലോ ഒന്നുമല്ല. പണ്ട് ഉമർ ഖാദി പറഞ്ഞല്ലോ, അയാ ഫാഖിറൻ ബിൻ നസബി കൈഫ തഫാഖുറു വഅസ്ലുകുമു മിൻ ഖബ്ലു തിയം ബനായരു വഅസാരി മുസാരി വമണ്ണാനു പറയരു എന്ന് പറഞ്ഞു ഉമർ ഖാദി. പാരമ്പര്യം പറഞ്ഞ അഭിമാനം കൊള്ളുന്ന മനുഷ്യ, എന്ത് പാരമ്പര്യം എനിക്കുള്ളത്? എൻ്റെ പാരമ്പര്യം 4 തലമുറ അപ്പുറത്തേക്ക് പോയാൽ പല മണ്ണാനോ പറയലോ ആശാരിയോ മൂസാരിയോ ഒക്കെ ആയിരിക്കും, അതിനപ്പുറത്ത് വേറെ എന്താ ഉള്ളത് എന്ന് ഉമർ ഖാദി ചോദിച്ചിട്ടുണ്ട്. അപ്പം ആ പാരമ്പര്യത്തിൻ്റെ അർത്ഥമില്ല, ആദർശ പാരമ്പര്യമാണ് വേണ്ടത്. റഹ്മാനായ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ എന്നതിന് നമുക്ക് എല്ലാവർക്കും പാരമ്പര്യമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ വരെ അല്ല, ആദം നബി വരെയുള്ള പാരമ്പര്യമുണ്ട്. മരിച്ചുപോയ മഹാനായ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന ആശയത്തിന് ഏത് പാരമ്പര്യം അവർക്കുള്ളത്? ഏറി വന്നാൽ സുബിക്ക് വരെ എത്തും, അതിനപ്പുറത്തേക്ക് പോകില്ല. അതും ഇവർക്കുള്ള വിശ്വാസം സുബിക്കൂല്ല, അവിടേക്കും എത്തൂല. ഏതൊരുത്തോളം നബിദിനാഘോഷം ആ പാരമ്പര്യം എവിടെ ചെന്ന് നിൽക്കുക? മുളഫർ രാജാവ് വരെ, അതിനപ്പുറത്തേക്ക് ഉണ്ടോ? മുളഫർ രാജാവ് വരെ ചെന്ന് നിൽക്കും ആ പാരമ്പര്യം, പിന്നെ അങ്ങോട്ടില്ല. ബുർദ വെയ്ത്ത് ഭൂസൂരി വരെ ചെന്ന് അവിടെ അവസാനിക്കും.
മുഹീദ്ദീൻമാല കോഴിക്കോട്ട് ഖാദി മുഹമ്മദ് ചെന്ന് അവസാനിക്കും. കുത്തുബിയ്യത്ത് തമിഴ്നാട്ടിലെ കായൽപട്ടണം സ്വദേശി സദഖത്തുല്ലാഹിൽ കാഹിരി ചെന്ന് അവസാനിക്കും. നാരിയാസുലാത്ത് 600 കൊല്ലം മുമ്പ് മൊറോക്കോയിൽ ജീവിച്ച ഇബ്രാഹിമുൻ നാസയിൽ ചെന്ന് അവസാനിക്കും. അപ്പോൾ എവിടേക്ക് എത്തണത്? അപ്പം അതിനൊന്നും പാരമ്പര്യമില്ല. എന്നാലും പറയും ഞങ്ങൾക്കാണ് പാരമ്പര്യം, ഞങ്ങൾക്കാണ് പാരമ്പര്യം എന്ന് പറയുകയും ചെയ്യും. ഈ കൊണ്ടടക്കുന്ന ഏതെങ്കിലും സംഗതി അള്ളാഹു റസൂലുള്ളാഹി എത്തിയത് കാണിച്ചേര് എന്ന് പറഞ്ഞാൽ കാണിച്ചു തരാൻ കഴിയില്ല. അപ്പം ആ പാരമ്പര്യമാണ് വേണ്ടത്. അല്ലെ കേവലം കുറെ ഉസ്താദന്മാരെ പേരെഴുതി ഫോട്ടോസ് എടുത്ത് വെച്ചുകൊണ്ട് പാരമ്പര്യമാവൂല. ഇനി ഒരു പടി കൂടി കടന്നു പറഞ്ഞാൽ ഇവിടുത്തെ ഏത് മുസ്ലിയാക്കന്മാരെ പാരമ്പര്യം വായിച്ചാലും ആ പാരമ്പര്യത്തിൽ ചാതിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയിലൂടെ അല്ലാതെ ആ പാരമ്പര്യം പോണില്ല. കാന്തപുരത്തിൻ്റെ ആയിക്കോട്ടെ, ഈ കെ മുസ്ലിയാരുടെ ആയിക്കോട്ടെ, സംസ്ഥാനക്കാരുടെ ആയിക്കോട്ടെ, ഏത് മുസ്ലിയാക്കന്മാരെടുത്താലും ശരി, അവരൊക്കെ പാരമ്പര്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കണ്ണി ചാതിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി. അദ്ദേഹം 1-ാം നമ്പർ മുവഹിദായിരുന്നു. 1-ാം നമ്പർ മുവഹിദായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിട്ടാ പിന്നെ ഇവിടെ വന്നതൊക്കെ. അല്ലാത്തവർ ആർക്കാ പാരമ്പര്യമുള്ളത്? ബാക്കി ആർക്കും പാരമ്പര്യമില്ല. ഒക്കെ അവിടെ ചെന്ന് അവസാനിക്കുന്നു. അതിലൂടെയാണ് പിന്നെ മേൽപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാത്തൊരു പാരമ്പര്യം ഇവിടെ ആർക്കും പറയാൻ കഴിയില്ല. അതൊക്കെ ഇവിടുത്തെ ഒരു ന്യായത്തിന് പറയാന്നല്ലാതെ നമ്മൾ ഈ പാരമ്പര്യം പറഞ്ഞ് അതുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് അത് കച്ചവട ചരക്കാക്കിയിട്ടില്ല എന്ന് മാത്രം. മറ്റൊരു ഏതൊരു ആദർശ പാരമ്പര്യം ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇതുണ്ടെന്ന് തെളിയിക്കേണ്ട ആവശ്യമാണല്ലോ. അതുകൊണ്ട് ഈ വക സംഗതി കൊണ്ട് അടക്കുന്നു എന്നേ ഉള്ളൂ. ഒറിജിനൽ സാധനത്തിന് പരസ്യം വേണ്ട, ഡ്യൂപ്ലിക്കേറ്റിന് പരസ്യം ആവശ്യം ഉണ്ടാവുക. ഒറിജിനൽ പ്രൊഡക്റ്റ് എവിടെ പരസ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. അത് മനുഷ്യന്മാർ ചോദിച്ചറിഞ്ഞ് വാങ്ങിക്കൊണ്ടേക്കോളും. എവിടെ ഉള്ളതെങ്കിൽ അവിടെ പോയിട്ട് വാങ്ങും. ഡ്യൂപ്ലിക്കേറ്റ് അതല്ല, കോടിക്കണക്കിന് രൂപ പരസ്യത്തിന് ചെലവാക്കും. കാരണം എന്താ? എന്നിട്ടെങ്കിലും മനുഷ്യന്മാർ ഇത് വഞ്ചിക്കപ്പെട്ട് വാങ്ങിപ്പോയിക്കോട്ടെ എന്നൊക്കെ. അതാണ് യഥാർത്ഥ സുന്നി. ആ ഡ്യൂപ്ലിക്കേറ്റാണ്, മറ്റൊരാണ് ഒറിജിനൽ എന്ന് കൂടി കൂട്ടത്തിൽ മനസ്സിലാക്കാം. ഒന്നുകൊണ്ട് തറാവീഹ് ഉമർ ഖത്താബിന് തെറ്റുപറ്റുന്നത് ഇല്ല. ആ വിഷയത്തിൽ ഉമർ ഖത്താബിന് തെറ്റുപറ്റിയിട്ടില്ല. എന്നാൽ സ്വഹാബിമാരും തെറ്റുപറ്റാത്തവരാണ് എന്ന ഒരു തരത്തിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നില്ല. മഅസൂമുമാർ പ്രവാചകന്മാരാണ്. പാപസുരക്ഷിതർ അമ്പിയാക്കന്മാർ മാത്രം, അവർക്ക് പാപം സംഭവിക്കില്ല. സ്വഹാബിമാർക്ക് ഒരു പക്ഷം വല്ല അബദ്ധം പറ്റിയാൽ തന്നെ അല്ലാഹു തആല പുറത്തു കൊടുത്തിട്ടുണ്ട്. റളിയല്ലാഹു അൻഹും വറളു അൻഹു. അപ്പോൾ അവർ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ റബ്ബിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. വകുല്ലൻ വഅദല്ലാഹുൽ ഹുസ്ന. എല്ലാ സ്വഹാബിമാർക്കും അല്ലാഹു തആല ഏറ്റവും മെച്ചമായത് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. എന്താ ഏറ്റവും മെച്ചമായത്? തഫ്സീറുകളിൽ കാണാം, അൽ ഹുസ്ന അൽ ജന്ന. ഏറ്റവും മെച്ചമായത് എന്ന് പറഞ്ഞാൽ സ്വർഗമാണ്. അല്ലാഹു അഅലം. ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. സ്വഹാബിമാർ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിക്കുന്നുവെങ്കിൽ അവർ നേർമാർഗത്തിലാകും. അപ്പോൾ സ്വഹാബത്തിന്റെ വിശ്വാസം ശരിയാണ്. സ്വഹാബത്തിനെ പറ്റി ഖുർആനിൽ മാത്രമല്ല, ഹദീസിൽ മാത്രമല്ല, തൗറാത്തിലും ഇൻജീലിലും സ്വഹാബത്തിനെ പറ്റി പരാമർശമുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റുഹമാഉ ബൈനഹും എന്ന് തുടങ്ങുന്ന ആയത്തിൽ അവസാനത്തിൽ കാണാം, ദാലിക മസലുഹും ഫിത് തൗറാത്ത്. മുഹമ്മദ് നബിയും വല്ലദീന മഅഹു നബിയുടെ കൂടെയുള്ളവരും എന്ന് പറഞ്ഞിട്ട് ശേഷം അല്ലാഹു അവസാനം പറയുന്നു, ദാലിക മസലുഹും ഫിത് തൗറാത്ത്. ഇതാണ് തൗറാത്തിൽ അവരെ പറ്റി പറഞ്ഞ ഉദാഹരണം. വമസലുഹും ഫിൽ ഇൻജീലി. ഇൻജീലിൽ അവരെ പറ്റി ഉദാഹരണം പറഞ്ഞത് ശേഷം അല്ലാഹു വിശദീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സ്വഹാബത്തിനെ പറ്റി തൗറാത്തിലും ഇൻജീലിലും പരാമർശമുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് അവർ മഹാന്മാരാണ്, ഉന്നതന്മാരാണ്, മാതൃകാ യോഗ്യരാണ്, അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ തറാവീഹ് വിഷയത്തിൽ ഉമർ ഖത്താബിന് അല്ല തെറ്റുപറ്റിയത്. ഉമർ ഖത്താബ് 20 നിസ്കരിച്ചു എന്ന് വിശ്വസിക്കുന്നവർക്കാണ് തെറ്റുപറ്റിയത്. ഉമർ ഖത്താബ് 20 നിസ്കരിച്ചിട്ടില്ല, നിസ്കരിക്കാൻ കൽപ്പിച്ചിട്ടുമില്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തറാവീഹ് 20 നിസ്കരിച്ചിട്ടില്ല, നിസ്കരിക്കാൻ കൽപ്പിച്ചിട്ടുമില്ല. ധൈര്യമായി ഏത് മുസ്ലിയാക്കന്മാരും പോയി ചോദിക്കാം. ഏത് മുസ്ലിയാക്കന്മാരും ഉമർ ഖത്താബ് തറാവീഹ് നിസ്കരിച്ചുവെന്നോ നിസ്കരിക്കാൻ കൽപ്പിച്ചുവെന്നോ ഒരു റിപ്പോർട്ടുണ്ടോ? ഇല്ലേ, ഇല്ല, ഒരിക്കലുമില്ല. ഉമർ ഖത്താബ് കൽപ്പിച്ചത് എത്രയാ? 11. ഇമാം മാലിക് തന്റെ മുവത്തയിൽ ഉദ്ധരിക്കുന്നു, അമറ ഉമറു ഉബയ്യ ഇബ്നു കഅബ് വതമീം അദ്ദാരി അൻ യഖൂമാ ലിന്നാസ് ബി11 റക്അ. ഉബയ്യ ഇബ്നു കഅബിനോടും തമീം അദ്ദാരിയെയും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇമാമായി നിശ്ചയിച്ചു. അവരോട് കൽപ്പന കൊടുത്തു 11 റക്അത്ത് നിസ്കരിക്കാൻ. ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞതായി ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാഹ് തന്റെ അൽ ഹാബി ഫതാവയിൽ രേഖപ്പെടുത്തി വെക്കുന്നു, അല്ലദീ ജമഅ അലൈഹി ഉമറുൻ നാസ അഹബ്ബു ഇലയ്യ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങൾ ഒരുമിച്ച് കൂട്ടിയ നിസ്കാരമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിസ്കാരം. വഹിയ സ്വലാത്തു റസൂലില്ലാഹ്, അത് തന്നെയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ നിസ്കാരവും. വഹിയ 11 റക്അ, അത് 11 റക്അത്താകുന്നു. ഉമർ ഖത്താബ് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയ നിസ്കാരം 11.
അതാണ് നബിയുടെ നിസ്കാരം, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി രേഖപ്പെടുത്തി. ശേഷം അദ്ദേഹം പറഞ്ഞു, വലാ അദ്രി മിൻ ഐന ഉഹ്ദിസ ഹാദാ റുകൂഉൽ കസീർ, അധികമുള്ള റക്അത്തുകൾ പിന്നെ എവിടുന്ന് വന്നുവെന്ന് എനിക്കറിയില്ല എന്ന് പോലും ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞതായി ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാഹ് തന്റെ അൽ ഹാബി ഫതാവയിൽ അൽ മസാബിഹു ഫീ സ്വലാത്തി തറാവീഹ് എന്ന അധ്യായത്തിൽ രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും. അപ്പോൾ ഉമർ ഖത്താബിന് ആ വിഷയത്തിൽ തെറ്റുപറ്റിയിട്ടില്ല. ഉമർ ഖത്താബ് അല്ലാഹു റസൂൽ പഠിപ്പിക്കാത്ത ഒരു കാര്യം മതത്തിന്റെ ഭാഗമായി കൊണ്ടുവന്നിട്ടുമില്ല. തറാവീഹ് ആണെങ്കിലും ശരി, ഇനി അതല്ല പിന്നെ വിശുദ്ധ ഖുർആൻ ക്രോഡീകരണമാണെങ്കിലും ശരി, ഇനി ഉസ്മാൻ അഫ്ഫാന്റെ കാലത്തുണ്ടായ 2 ബാങ്കാണെങ്കിലും ശരി, നബിതങ്ങൾ പഠിപ്പിക്കാത്ത ഒന്ന് സ്വഹാബിമാരും മതത്തിലേക്ക് പുതിയതായി അവർ കൂട്ടിച്ചേർത്തിട്ടില്ല, ചേർക്കുന്നവരുമല്ല. അവരെല്ലാം ആ നിലക്ക് റഹ്മാനായ റബ്ബ് തെരഞ്ഞെടുത്ത അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിക്കാൻ മഹാഭാഗ്യം ലഭിച്ചവരാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നു, മൻ കാന മിൻകും മുസ്തന്ന ഫൽയസ്തന്ന ബിമൻ ഖദ് മാത്. നിങ്ങൾ ആരെങ്കിലും ഒരു ചര്യ സ്വീകരിക്കുന്നുവെങ്കിൽ സ്വഹാബത്തിന്റെ ചര്യ നിങ്ങൾ സ്വീകരിച്ചു കൊള്ളട്ടെ. കാരണം അവിടെ പ്രത്യേകത അബറ ഹാദിഹിൽ ഉമ്മത്തി ഖുലൂബ, ഈ ഉമ്മത്തിലെ ഏറ്റവും പുണ്യം നിറഞ്ഞ മനസ്സിന്റെ ഉടമകൾ സ്വഹാബിമാരാണ്. വഅഖല്ലഹാ തകല്ലുഫ, നാട്യങ്ങൾ ജാടകളില്ലാത്തവരാണ് ആ സ്വഹാബിമാർ. ഏറ്റവും ആഴത്തിൽ അറിവുള്ളവർ ആ സ്വഹാബിമാരാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിക്കാൻ അല്ലാഹു തആല തെരഞ്ഞെടുത്ത ജനവിഭാഗമാകുന്നു അവർ. അതുകൊണ്ട് അവരുടെ സ്ഥാനം നിങ്ങൾ മനസ്സിലാക്കണേ എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് അവരാരും അങ്ങനെ ദീനിൽ നബിതങ്ങൾ പഠിപ്പിക്കാത്തൊന്ന് പുതുതായി കൊണ്ടുവന്നിട്ടേ ഇല്ല. ഉണ്ട് എന്നുള്ളത് അവരുടെ പേരിലുള്ള ആരോപണമാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു അഅലം. സഹോദരങ്ങളെ, ഇവിടെ സഹോദരൻ ചോദിച്ച ചോദ്യത്തിന് ഫിസ്മൂലി വിശദമായി മറുപടി പറഞ്ഞു. അതിൽ ഒന്നാമത്തെ ചോദ്യം സാധാരണയായി ആളുകൾക്കിടയിൽ ഉയർന്നു കേൾക്കാറുള്ള എന്നാലും നല്ലതല്ലേ, അതിനെ എതിർക്കേണ്ടതുണ്ടോ എന്നാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു, ഇവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സംഭവം ഇമാം ദാരിമി തൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നുണ്ട്. സുനൻ ദാരിമിയിൽ 210 ഹദീസാണ്. ഞാൻ ഈ ഹദീസ് പറയാൻ കാരണം, ഇങ്ങനൊരു ഹദീസ് ഇല്ല എന്ന് പല മുസ്ലിയാക്കന്മാരും പ്രസംഗിക്കാറുണ്ട്. കാരണം ഇത് നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ദീനിൽ പല അമലുകളും കടത്തിക്കൂട്ടുന്ന ആളുകൾക്കുള്ള ശക്തമായ ഒരു താക്കീതാണ് ഈ ഹദീസ്. സംഭവം ഇതാണ്. ഹദീസ് ഞാൻ മുഴുവൻ വായിക്കുന്നില്ല, എൻ്റെ ആശയം പറയാം. 210 ഹദീസാണ് സുനൻ ദാരിമി. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഒരിക്കൽ പള്ളിയിലേക്ക് വന്ന് നോക്കിയപ്പോൾ പള്ളിയിൽ കുറച്ച് ആളുകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ദിക്ർ ചൊല്ലുന്നുണ്ട്. ഓരോരോ വ്യത്യസ്തമായ ഹൽക്കകളായി ദിക്ർ ചൊല്ലാണ്. അതിലൊരാൾ പറയും, നിങ്ങൾ കബ്ബിറു മിഅ, 100 പ്രാവശ്യം തക്ബീർ ചൊല്ലിക്കോ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് ആ ജമാഅത്തിൽപ്പെട്ട ആളുകളൊക്കെ അല്ലാഹു അക്ബർ എന്ന് പറയും. അപ്പുറത്തുള്ള വേറെ ജമാഅത്ത് പറയും ഹല്ലിലു മിഅ, നിങ്ങളെല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് 100 വട്ടം പറഞ്ഞു, അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് 100 വട്ടം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അടുത്ത്, അദ്ദേഹത്തിന് ഇവിടെ അടുത്താണ്, അബൂ മൂസൽ അശ്അരി വേഗം അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോയി. എന്ന് ചോദിച്ചു അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് പള്ളിയിലേക്ക് ഇറങ്ങിയോ? അപ്പോൾ കുറച്ച് ആളുകൾ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ പള്ളിയിലേക്ക് പോകുന്ന ആളുകൾ. അങ്ങനെ അവർ പറഞ്ഞു ഇല്ല. അപ്പോൾ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചെന്ന് കാര്യം പറഞ്ഞു, ഇങ്ങനെ പള്ളിയിൽ ഇങ്ങനെ കുറച്ച് ആളുകൾ ഒരു പുതിയ സംരംഭം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് അവരോട് പറഞ്ഞു? ഞാൻ അവരോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ അഭിപ്രായം കിട്ടിയിട്ട് ഞാൻ അവരുടെ അഭിപ്രായം പറയാം എന്ന് വിചാരിച്ച് ഞാൻ നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചു വന്നതാണ്. റസൂലുള്ളാഹിന്റെ സഹാബത്ത് അങ്ങനെയാണ്. അങ്ങനെ അബ്ദുല്ലാഹി ബിൻ മസ്ഊദും അതുപോലെ തന്നെ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹും അവർ രണ്ടുപേരും പള്ളിയിലേക്ക് വരുന്നു. അങ്ങനെ പള്ളിയിലേക്ക് വന്നു. ഈ സംഭവം അവർ നേരിട്ട് കാണുകയാണ്. അപ്പോൾ ചോദിച്ചു, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാ ഹാദല്ലദി അറാക്കും തസ്നഊന, എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഖാലു യാ അബാ അബ്ദുറഹ്മാൻ അസാ നഅദു ബിഹി തക്ബീർ വ തഹ്ലീൽ വ തസ്ബീഹ്, ഞങ്ങൾ ഈ കല്ലെടുത്തിട്ട് തക്ബീറും തഹ്ലീലും ഒക്കെ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് തെറ്റുകൾ എണ്ണിക്കൊണ്ടിരിക്കരുത് നല്ലത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വൈഹക്കും യാ ഉമ്മത്ത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തെ നിങ്ങൾക്ക് നാശം. മാ അസ്റ ഹൽക്കത്തിക്കും ഹൗലായി സഹാബത്തു നബിയിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം മുതവാഫിറുൻ, എത്ര പെട്ടെന്നാണ് നിങ്ങൾ നശിച്ചു പോകുന്നത്. പ്രവാചകന്റെ സഹാബത്ത് ഇതാ ഇവിടെ മരിക്കാതെ ഇവിടെ പൂർണ്ണമായിട്ടുണ്ട്.
വഹാദിഹി സിയാബുഹു ലം തുബ്ല, പ്രവാചകന്റെ വസ്ത്രങ്ങൾ ഇത് അവിടെ നുരുമ്പിപ്പോയിട്ടില്ല. വആനിയതുഹു ലം തുക്സർ, പ്രവാചകന്റെ ഉപയോഗിച്ച പാത്രങ്ങൾ പൊട്ടിപ്പോയിട്ടില്ല. വല്ലദി നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ, ഇന്നക്കും ലഅലാ മില്ലത്തിൻ ഹിയ അഹ്ദാ മിൻ മില്ലത്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഔ മുഫ്തതിഹു ബാബിൽ ളലാല, നിങ്ങൾ എന്താണ് ദലാലത്തിന്റെ വാതിൽ തുറക്കാൻ ഉദ്ദേശിച്ചിരിക്കുകയാണോ എന്ന് പറഞ്ഞു. ഇനി പറയുന്ന വാചകം നിങ്ങൾ കേൾക്കണം. ഇവിടെ സഹോദരൻ പറഞ്ഞല്ലോ, നല്ലതല്ലേ, ഇതൊന്നും ഞങ്ങൾ ദീനുൽ ഇസ്ലാമിനെ പൊളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ലോ, ഞങ്ങൾ നല്ലത് ഉദ്ദേശിച്ചല്ലേ ചെയ്യുന്നത്. ഈ ആളുകൾ പറഞ്ഞ മറുപടി എന്താ? ഖാലു വല്ലാഹി യാ അബ അബ്ദുറഹ്മാൻ മാ അറദ്ന ഇല്ലൽ ഖൈർ. അബൂ അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കുനിയത്താണ്. അല്ലെ അബ്ദുല്ലാഹിബ്നു മസ്ഊദ്, ഞങ്ങൾ നല്ലത് ഖൈർ മാത്രമേ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ, ഞങ്ങൾ ഒരിക്കലും ഫിത്ന ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചവരല്ല. അപ്പോൾ പ്രവാചകനിൽ ദീൻ പഠിച്ച അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടിയുണ്ട്. വകം മിൻ മുരീദിൻ ലിൽ ഖൈരി ലൻ യുസീബഹു, എത്രയെത്ര ഖൈർ ഉദ്ദേശിക്കുന്ന ആളുകളാണ്, പക്ഷേ ആ ഖൈർ അവർക്ക് കിട്ടുന്നില്ല. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് ഈ ആളുകളെ പഠിപ്പിക്കാൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഖൗമൻ ഹദ്ദസന ഇന്ന ഖൗമി യഖറഊനൽ ഖുർആൻ, എൻ്റെ ഉമ്മത്തിൽ ചില ആളുകൾ വരും, അവർ അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യും. ലാ യുജാവിസു തറാഖിഹിം, അവരുടെ കഴുത്തിന്റെ താഴേക്ക് അല്ലെങ്കിൽ മുകളിലേക്ക് അത് പോവുകയില്ല. എന്നിട്ട് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പിന്തിരിഞ്ഞു. ഈ ഹദീസ് ഉദ്ധരിക്കുന്ന റാവി പറയാണ്, ഇതാണ് ഞാൻ പറയാൻ പോകുന്ന പോയിന്റ്, നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഇവിടെ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ അവർ പറഞ്ഞത് എന്താ? ഞങ്ങൾ ഖൈർ ഉദ്ദേശിച്ചാണ് ഈ കാര്യം ചെയ്യുന്നത്. അപ്പോൾ റസൂലുള്ളാഹിന്റെ സഹാബത്ത് മറുപടി കൊടുത്തു, അങ്ങനെ ഖൈർ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ഖൈർ കിട്ടൂല. എന്നിട്ട് ഈ ഹദീസിന്റെ അവസാന ഭാഗം നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഖൈർ ഉദ്ദേശിച്ചുകൊണ്ട് ദീനിൽ പുതിയ കാര്യങ്ങൾ കടത്തി ഉണ്ടാക്കുന്ന ആളുകൾ അവസാനം എവിടെയാണ് എത്തിപ്പെടുക? ഈ ഹദീസ് ഉദ്ധരിക്കുന്ന ഫഖാല അംർ ഇബ്നു സലമ, ഈ ഹദീസ് ഉദ്ധരിക്കുന്ന റാവി റിപ്പോർട്ടർമാരിൽപ്പെട്ട അംർ ഇബ്നു സലമ പറയാണ്, റഅയ്ന ആമത ഉലൈകൽ ഹൽഖ്, ഈ പള്ളിയിൽ വെച്ച് വട്ടം കൂടി ദിക്ർ ഹൽക്ക ഉണ്ടാക്കി ഒരു പുതിയ ഞങ്ങൾ ഖൈറാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ ആളുകളിൽ മഹാഭൂരിപക്ഷത്തെ ഞങ്ങൾ കണ്ടു. യുതഈനുനാ ഫീ യൗമി നഹ്റുവാൻ മഅൽ ഖവാരിജ്, ഖവാരിജിയാക്കളെ കൂടെ നെഹ്റുവാൻ യുദ്ധത്തിൽ റസൂലുള്ളാഹിന്റെ സഹാബത്തിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വന്ന ഖവാരിജിന്റെ കൂടെയാണ് ഈ സംഘത്തിലുള്ള ഭൂരിപക്ഷത്തെ ഞങ്ങൾ കണ്ടത് എന്ന് പറഞ്ഞാൽ എന്താ? നല്ലതല്ലേ നല്ലതല്ലേ എന്ന് വിചാരിച്ച് ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടിയാൽ അവസാനം ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന കക്ഷികളെ എത്തിപ്പെടുക. ഒരിക്കലും റസൂലുള്ളാഹിന്റെ സഹാബത്തിന്റെ മാർഗത്തിൽ എത്തിപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് മാത്രം മതി, നല്ലതല്ലേ എന്ന് വിചാരിച്ചതിൽ ഒന്നും കടത്തിക്കൂട്ടാൻ പറ്റൂല. അങ്ങനെ കടത്തിക്കൂട്ടാൻ പറ്റിയിരുന്നെങ്കിൽ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അതിന് അനുവാദം കൊടുക്കുമായിരുന്നു. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് ഒരുപാട് മഹത്വമുള്ള സഹാബിയാണ്. ആ സഹാബി ഒരിക്കലും അനുവാദം കൊടുത്തില്ലെന്ന് മാത്രമല്ല, അവർ ആക്ഷേപിച്ചുകൊണ്ട് പള്ളിയിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഖൈർ ഉദ്ദേശിച്ച് നല്ലതല്ലേ നല്ലതെന്ന് വിചാരിച്ച് ഒരിക്കലും ദീനുൽ ഇസ്ലാമിൽ കടത്തിക്കൂട്ടാൻ പറ്റുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന് സാന്ദർഭികമായി വിശദീകരിക്കാം. ഉത്തരങ്ങളിൽ പരിപൂർണ തൃപ്തനാണ്. ഒരു ഉപചോദ്യം ചോദിക്കുന്നത്, ഇവിടെയുള്ള മറ്റു സുഹൃത്തുക്കളും സഹോദരന്മാരും അതിൽ പലർക്കും ചോദിക്കാൻ ആഗ്രഹമുണ്ടാകും, അതിനുവേണ്ടി ഒന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ചെറുപ്പം മുതലേ കേട്ട് ശീലിച്ച പരിചയിച്ച ഒരു ഹദീസ് ഉണ്ട്. ഹദീസ് മലയാളത്തിൽ മാത്രമേ കേട്ടിട്ടുള്ളൂ. സ്ത്രീകൾക്ക് വീട്ടിൽ നമസ്കരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്നുള്ള ഒരു ഹദീസ് ഞങ്ങൾ പലപ്പോഴായിട്ട് ഇങ്ങനെ ചർച്ചകൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ കേട്ടുവരുന്ന ഒരു ഹദീസാണ്. സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഉത്തമം വീടിൻ്റെ ഉള്ളിലാണ് എന്നുള്ളത്. അതേ നബി തന്നെ പറഞ്ഞ നബി തന്നെ സ്ത്രീകളെ പള്ളിയിലോട്ട് പറഞ്ഞയക്കുന്നത് തടയരുതെന്ന് പറഞ്ഞ മറുപടി പറയുന്ന ഒരു ഹദീസ് ഇതാണ്. അപ്പോൾ വേറൊരു ചോദ്യം കൂടെ, എന്ത് പറഞ്ഞാൽ ഇപ്പോൾ ഉസ്താദന്മാർ പറഞ്ഞു തരുന്നതാണ്, തിരിച്ചിങ്ങോട്ട് ചോദിക്കുന്നതാണ്. എന്ത് പറഞ്ഞാലും മുജാഹിദീങ്ങൾ മക്കത്ത് അങ്ങനെയാണല്ലോ മക്കത്ത് ഇങ്ങനെയാണല്ലോ എന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് മക്കത്ത് ഇപ്പോഴും 20 റക്അത്ത് നിസ്കരിക്കുന്നു? അതിനൊരു മറുപടി കിട്ടിയാൽ. ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന എന്ന ഒരു ഹദീസിൻ്റെ ഒരു വാൽക്കഷ്ണം പിടിച്ചിട്ടാണ് നമ്മുടെ നാട്ടിൽ സാധാരണ മുസ്ലിയാക്കന്മാർ ഈ ന്യായം ഉന്നയിക്കാറുള്ളത്. വ്യത്യസ്തങ്ങളായ പരമ്പരകളിൽ ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസ്, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിമകളായ സ്ത്രീകളെ
അള്ളാഹുവിൻ്റെ പള്ളികളിൽ നിന്ന് നിങ്ങൾ തടയരുത് എന്ന ഒരു ഹദീസിൽ 8 or 9 പരമ്പരകളിൽ അത് ഉദ്ധരിക്കപ്പെടുന്നു. അതിൽ ഒരു പരമ്പരയിൽ വന്ന ഒരു വാൽക്കർണമാണ് ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന എന്നുള്ളത്. വീടാണ് അവർക്ക് ഏറ്റവും ഖൈറായത് എന്ന് കാണാൻ കഴിയും. മറ്റു പരമ്പരകളൊന്നും ഈ കഷ്ണം ഇല്ലതാണ്. അതുകൊണ്ട് എന്താണ് ഇത് പരസ്പരം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മനസ്സിലാക്കാവുന്നത്? മൊത്തത്തിൽ ഒരു സ്ത്രീക്ക് എപ്പോഴും ഖൈറ് വീടാണ്. നിസ്കാരത്തിന്റെ വിഷയത്തിൽ എന്നുള്ളതല്ല. ഒരു സ്ത്രീ പുരുഷന്മാരെ പോലെ ഡ്രസ്സ് മാറി അങ്ങാടി കൂടെ പോണതും ഷോപ്പിങ്ങിന് പോകുന്നതും ഇറങ്ങി പുറപ്പെടുന്നതും ഒന്നും ഖൈറല്ല. ഒരു പെണ്ണ് ഏറ്റവും ഖൈറ് അവളുടെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി മാന്യമായി ജീവിക്കലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സൂറത്തുൽ അഹ്സാബിലെ ആയത്തിന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞ വിശദീകരണം ഐ ഇൽസംന ബുയൂതകുന്ന, വീട്ടിൽ തന്നെ കൂടുക. വലാ യഖ്റുജ്ന ലിഗൈരി ഹാജ, ആവശ്യമില്ലാതെ പോകരുത്. വമിനൽ ഹവായിജ് ശർഈയ, ശർഈയായ ആവശ്യമാണ് പള്ളി വെച്ച് നിസ്കാരം. അപ്പോൾ മൊത്തത്തിൽ പെണ്ണിന് ഖൈറ് വീടാണ്. അത് ഏത് വിഷയത്തേക്കും ബാധകമാണ്. എന്നാൽ നിസ്കരിക്കാൻ പോകാൻ തടയാൻ പറ്റുമോ? അത് പറ്റുകയുമില്ല. വീട് ഖൈറാന്ന് പറഞ്ഞുകൊണ്ട് പള്ളി പോയി കൂടാ, പള്ളിയിൽ പോകാൻ പാടില്ല എന്ന് പറയാൻ അതൊരിക്കലും തെളിവാക്കാവതും അല്ല. ഇനി അതോടൊപ്പം സ്വഹാബി സ്ത്രീകൾ പ്രവാചകന്റെ കൂടെ ജുമുഅക്കും ജമാഅത്തിനും പങ്കെടുത്ത ധാരാളം സംഭവങ്ങൾ ഉദ്ധരിക്കപ്പെടുകയും ചെയ്യുന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആതിക റളിയല്ലാഹു അൻഹ വിവാഹം കഴിക്കുമ്പോൾ അവർ 3 നിബന്ധന വെച്ചുവെന്നാണ്. 1, എൻ്റെ അവകാശങ്ങളൊന്നും തടയാൻ പാടില്ല. 2, എൻ്റെ മുഖത്ത് അടിക്കാൻ പാടില്ല. 3, അല്ലാഹു റസൂലിന്റെ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നത് തടയാൻ പാടില്ല. ഈ 3 നിബന്ധന പാലിച്ചിട്ടാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആതിക ബിവിയെ കല്യാണം കഴിക്കുന്നത്. ആതിക റളിയല്ലാഹു അൻഹ ഉമർ ഖത്താബ് വഫാത്താകുന്നത് വരെ പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുക്കുമായിരുന്നു, വിശിഷ്യ ഇശാഇനും സുബ്ഹിക്കും. ഇമാം ബുഖാരി അടക്കം ഉദ്ധരിച്ച ഹദീസ് നമുക്കത് കാണാൻ കഴിയും. അപ്പൊ അവരൊക്കെ ഖൈറ് ഉള്ളത് ഒഴിവാക്കിയിട്ട് ഖൈറില്ലാത്തതിനെ പോയി എന്ന് പറയാൻ കഴിയുമോ? കൂടുതൽ കൂലിട്ടത് ഒഴിവാക്കി കൂലി കുറഞ്ഞതിന് അവർ പോയി എന്ന് പറയാൻ കഴിയില്ല. മാത്രവുമല്ല, ഖൈറ് എന്ന പ്രയോഗം വന്നാലൊക്കെ അതിന് ഓപ്പോസിറ്റൊക്കെ ഷർറാണ് എന്നില്ല. അപ്പൊ ഖൈറു സുഫൂഫി റിജാലി അവ്വലുഹ ഹദീസ് വന്ന പ്രയോഗമാണ്. പുരുഷന്മാരുടെ സ്വഫുകളിൽ ഏറ്റവും ഖൈറായത് 1ാമത്തെ സ്വഫാണ്. അതിനർത്ഥം 2ാമത്തെ സ്വഫിലാണ് സ്ഥാനം കിട്ടിയില്ലെങ്കിൽ നിസ്കരിക്കാതെ പോകണമെന്നല്ലോ. ചെന്നപ്പോൾ 1ാമത്തെ സ്വഫ് ഫുള്ളാണ്, ഇനി പറ്റില്ല, ഖൈറ് കഴിഞ്ഞില്ലേ, ഇനി തിരിച്ചു പോകാം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ നാട്ടിൽ ഈ വിഷയം ചർച്ച വന്നതിന് ഏത് ഖൈറ് കുറഞ്ഞത് എന്ന ചർച്ചയല്ലല്ലോ. സ്ത്രീകൾക്ക് പള്ളിക്ക് പോക്ക് തന്നെ ഹറാമാണ് എന്ന വാദമാണ് കാന്തപുരം മുസ്ലിയാർ പച്ചയായി മലയാളത്തിൽ എഴുതി വിട്ടത്. സ്ത്രീ ജുമഅത്തുമായി ബന്ധപ്പെട്ട് സാക്ഷാൽ കാന്തപുരം മുസ്ലിയാർ എഴുതിയ പുസ്തകത്തിൽ അയാൾ ആദ്യ പേജിൽ തന്നെ എഴുതി, മുജാഹിദീങ്ങളെ വാദം ഇത് അനുവദനീയമാണ് എന്നും സുന്നികളെ വാദം ഹറാമാണ് എന്നുമാണ് എന്നാണ് എഴുതി. പരിഷ്കരിച്ച പുതിയ പതിപ്പിൽ അത് കാണൂല, പഴയ പതിപ്പിൽ അതുണ്ട്. അപ്പൊ ഹറാം വാദം കൊണ്ടുവന്നപ്പോഴാണ് നമ്മുടെ നാട്ടിൽ ചർച്ചയായത് തന്നെ. അത് ഹറാം എന്ന് പറഞ്ഞുകൂടാ, അവർക്ക് പോകാൻ അനുവാദമുണ്ട്, തടയാൻ പാടില്ല എന്ന ചർച്ചകൾ അവിടെയാണ് വന്നത്. അപ്പൊ സ്വഹാബി സ്ത്രീകൾ, അതേപോലെ പ്രവാചകന്റെ പത്നിമാർ, പുത്രിമാർ, ഇവരൊക്കെ ഒരു ഖൈറായത് ഒഴിവാക്കി ഖൈറ് കുറഞ്ഞതിലേക്ക് പോയി എന്ന് നമുക്ക് വിചാരിക്കാവതല്ല. എന്നാൽ സ്ത്രീയുടെ വിഷയത്തിൽ മൊത്തത്തിൽ അവൾക്ക് ഖൈർ എപ്പോഴും വീട്ടിൽ പരമാവധി അടങ്ങി ഒതുങ്ങി പുരുഷന്മാരുമായി ഇടകതരാതെ അതിന് അവസരമുണ്ടാകാതെ ഒതുങ്ങിക്കൂടലാണ്. എന്നാൽ പള്ളിയിൽ പോയി നിസ്കരിക്കാതെ ഷർത്ത് പാലിച്ചുകൊണ്ടാണെങ്കിൽ അവർക്ക് അത് അനുവദിക്കപ്പെട്ടതാണ്. അതിനൊരിക്കലും ഒരു നിരുത്സാഹപ്പെടുത്തുന്ന രൂപത്തിലുള്ള അധ്യാപനങ്ങൾ നമുക്ക് കാണുക സാധ്യമല്ല. ഇനി പ്രതികൂല സാഹചര്യമുണ്ടെങ്കിൽ, അഥവാ അവൾ പള്ളിയിൽ പോയാൽ ഒരു ഫിത്ന ഭയപ്പെടുന്നു, അവൾ പള്ളിയിൽ പോയാൽ അവളെ കൊണ്ട് ഫിത്ന ഉണ്ടാകും, അല്ലെങ്കിൽ അവൾക്ക് ഫിത്ന ഉണ്ടാകും, എങ്കിൽ അവൾ പോകാവതല്ല. അത് പെണ്ണിന് മാത്രമല്ല, ആണും അങ്ങനത്തെ. ഒരു ആണ് പള്ളിക്ക് എന്നാൽ ഫിത്ന ഉണ്ടാകുമെങ്കിൽ അയാളോട് പറയാം, ഈ പള്ളിക്ക് ചവിട്ടാൻ പാടില്ല എന്ന് പറയാം. അതെല്ലാവർക്കും ഉള്ളതാണ്. അതേപോലെ ഭർത്താവിന് താല്പര്യമില്ല, അവളുടെ ഭർത്താവിന് അനുവാദമില്ല, ഭർത്താവിന് അനുവാദമില്ലെങ്കിൽ അവൾ പോകാവതല്ല. അനുവാദം കൊടുക്കാൻ ഭർത്താക്കന്മാർ അല്ലാഹുവിന്റെ റസൂൽ പ്രത്യേകമായി പഠിപ്പിച്ചു. എന്നാൽ ഒരു ഭർത്താവ് അനുവദിക്കുന്നില്ലെങ്കിൽ ആ ഭർത്താവിന്റെ മറികടന്ന് പോകാൻ അവൾക്കൊരിക്കലും അനുവാദമില്ല. അപ്പോൾ അവൾക്ക് വീടാണ് ഖൈർ. ഭർത്താവിന് ഇഷ്ടമില്ലെങ്കിൽ, അനുവാദമില്ലെങ്കിൽ, ഭർത്താവ് തടയുന്നുവെങ്കിൽ അവൾക്ക് വീടാണ് ഖൈർ. എന്നാൽ ഭർത്താക്കന്മാരോട് പറഞ്ഞു, ലാ തംനഉ ഇമാ അല്ലാഹ്, അള്ളാഹിന്റെ അടിമകളായ സ്ത്രീകളെ റബ്ബിന്റെ പള്ളിയിൽ നിന്ന് നിങ്ങൾ തടയരുത് എന്ന് നബി തങ്ങൾ പറഞ്ഞു. മറ്റേ ഹദീസിൽ ഇഖ്ദനൂ ലിന്നിസാ, നിങ്ങൾ സ്ത്രീകൾക്ക് നിങ്ങൾ സമ്മതം കൊടുക്കണം.
നിങ്ങൾ പള്ളിയിലേക്ക് അനുവാദം ചോദിച്ചാൽ, ഇതസ്തഗതനക്കും നിസാവുക്കും, നിങ്ങൾ സ്ത്രീകൾ നിങ്ങളുടെ അനുവാദം ചോദിച്ചാൽ ഫഅ്ദനൂലഹുന്ന, നിങ്ങൾ അവർക്ക് അനുവാദം കൊടുക്കണം തുടങ്ങിയ അധ്യാപനങ്ങൾ ഹദീസുകളിൽ ധാരാളം കാണാം. ഇമാം ബുഖാരി മുസ്ലിം അടക്കം മുദ്രിച്ച ഹദീസുകളാണ് അവയെല്ലാം എന്നത് കൂടി നമ്മൾ കൂട്ടി വായിക്കുക. രണ്ടാമത്, മക്കത്ത് തറാവീഹ് 20 ഉണ്ടല്ലോ എന്നാണ്. മക്കയിൽ തറാവീഹ് ഇന്ന് നടക്കുന്ന 20 പല കാലഘട്ടങ്ങളിൽ പല രൂപത്തിൽ അവിടെ നമസ്കാരങ്ങൾ നടന്നു വന്നിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു? അല്ലാഹു റസൂലിന്റെ കാലഘട്ടത്തിൽ, സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ എല്ലാം അവിടെ തറാവീഹ് 11 റക്അത്താണ്. അത് വ്യക്തമായ ഹദീസിൽ സ്ഥിരപ്പെട്ട് കിടക്കുന്നു. പിന്നീട് കാലക്രമേണ ആളുകൾ ദീർഘമായി നിസ്കരിക്കാൻ കഴിയാത്ത ദുർബലത അനുഭവപ്പെട്ടപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് സലാം വീട്ടി അങ്ങനെ നിസ്കാരത്തിന്റെ റക്അത്തിന്റെ എണ്ണം വർദ്ധിക്കുന്ന ഒരു പ്രവണത പിന്നീട് വന്നു. അതാണ് ഇമാം മാലിക് പറഞ്ഞത്, വലാ അദ്രി മിൻ ഐന ഉഹ്ദിസ ഹാദാ റുകൂഉൽ കസീർ, അധികമുള്ള റക്അത്തുകൾ എവിടെ നിന്ന് വന്നുവെന്ന് എനിക്കറിയില്ല എന്ന് ഇമാം മാലിക് പറഞ്ഞത് ആ പശ്ചാത്തലത്തിലാണ്. ആ കാലഘട്ടം മുതൽ വ്യത്യസ്ത എണ്ണം ഉണ്ടായിട്ടുണ്ട്. 20 എന്നുള്ളതല്ല, വ്യത്യസ്ത എണ്ണങ്ങൾ. അല്ലാഹു റസൂലിന്റെ കാലത്തുള്ള ശൈലി, ഇശാ നിസ്കാരം കഴിഞ്ഞ് സുന്നത്തും കഴിഞ്ഞാൽ നേരെ നിസ്കാരം ആരംഭിക്കുന്നു. ദീർഘമായി ഖുർആൻ ഓതി നബി തങ്ങൾ നിസ്കരിക്കുന്നു. 3 ദിവസമാണല്ലോ ജമാഅത്തായി നിർവഹിച്ചത്. ആ നമസ്കാരം അവസാനിക്കുമ്പോഴേക്ക് ഏകദേശം സുബഹിയോടടുക്കുന്നു. ഞങ്ങൾക്ക് അത്താഴം കഴിക്കാൻ സമയം കിട്ടുകയില്ല എന്ന് ഭയപ്പെട്ട് ഞങ്ങൾ വീട്ടിലേക്ക് ഓടുമായിരുന്നു എന്ന് സ്വഹാബിമാർ പറയുന്നു. അതാണ് അന്നത്തെ നിസ്കാരം. ഉമർ ഖത്താബിന്റെ കാലത്ത് ജമാഅത്ത് നടപ്പാക്കിയപ്പോഴും ഏകദേശം അങ്ങനെ തന്നെയായിരുന്നു. ഇമാം മാലിക് തന്നെ മുവത്തയിൽ ഉദ്ധരിച്ച ഹദീസ്. ഇമാം നിൽക്കുന്ന ആളുകൾ 100 കണക്കിന് ആയത്തുകൾ ഓരോ റക്അത്തിലും ഓതുമായിരുന്നു. ഞങ്ങൾ വടിയിലും കയറിലുമൊക്കെ ഞങ്ങൾ എന്നിട്ട് ചാരി നിൽക്കാറുണ്ട് ക്ഷീണം പറ്റിയിട്ട് എന്ന് അതിൽ പങ്കെടുത്ത ആളുകൾ പറയുന്നു. അതാണ് അന്നത്തെ നിസ്കാരം. പിന്നെ ആളുകൾ കാലം മുന്നോട്ട് പോന്നു. അത്രയധികം ദീർഘമായി നിൽക്കാൻ പ്രയാസം അനുഭവപ്പെട്ടപ്പോൾ അവർ ആ സമയം പാലിച്ചു. എന്നാൽ അവർ നിസ്കരിക്കും, കുറേ അങ്ങനെ ഖുർആൻ നിസ്കരിക്കും. ക്ഷീണം വരുമ്പോൾ റുകൂഇലേക്ക് പോയി അത്തഹിയാത്തിൽ ഇരുന്ന് അങ്ങനെ സലാം കിട്ടും. റക്അത്തിന്റെ എണ്ണം അവർ പരിഗണിച്ചില്ല. അപ്പോൾ ചില ദിവസം 11 ആകും, ചിലപ്പോൾ 15 ആകും, ചിലപ്പോൾ 19 ആകും, ചിലപ്പോൾ 35 ആകും, അങ്ങനെ പല രൂപത്തിൽ. ഇമാം ഷാഫി പറഞ്ഞു, ഞാൻ മക്കയിൽ 20 കണ്ടു, മദീനയിൽ 36 കണ്ടു. ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് ന്യായം പറഞ്ഞത്, ഖിറാഅത്ത് ദീർഘിക്കുമ്പോൾ റക്അത്ത് കുറയുന്നു, ഖിറാഅത്ത് കുറയുമ്പോൾ റക്അത്തിന്റെ എണ്ണം കൂടുന്നു. വൽ അവ്വലു അഹബ്ബു ഇലയ്യ, ആദ്യത്തേതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അഥവാ ഖിറാഅത്ത് ദീർഘിക്കുക, റക്അത്തിന്റെ എണ്ണം കുറയുക, അതാണ് എനിക്കിഷ്ടം. അങ്ങനെയാണ് ആ എണ്ണം കൂടിയത് എന്ന് ഇമാം ഷാഫി പറഞ്ഞത് ഇമാം ബൈഹഖി ഉദ്ധരിച്ചതായിട്ട് ഇമാം അസ്ഖലാനി തന്റെ ഫത്ഹുൽ ബാരിയിൽ 6-ാം വാള്യത്തിൽ കിതാബ് തറാവീഹിന്റെ ചർച്ചയിൽ രേഖപ്പെടുത്തി കാണാൻ സാധിക്കുന്നു. അപ്പൊ അതാണ് ഇതിന്റെ തുടക്കം. അത് പിൽക്കാലത്ത് കാലക്രമേണ പല രൂപത്തിൽ വന്നു. ഇമാം തുർമുദി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അക്സറു മാ ഖീല ഫീഹി അന്നഹു 41. അതിൽ പറഞ്ഞു കേട്ടതിൽ ഏറ്റവും അധികം കേട്ടത് 41 ആകുന്നു. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. 39 ഉദ്ധരിക്കപ്പെടുന്നു. 54 വരെ അതുമായി ബന്ധപ്പെട്ട് ഉദ്ധരിക്കപ്പെട്ടത് ഇമാം അസ്ഖലാനി ഫത്ഹുൽ ബാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത എണ്ണം ഉണ്ടായിട്ടുണ്ട്. അത് സുന്നത്ത് നോക്കി പ്രമാണം നോക്കി ചെയ്തതല്ല. ഈ ഒരു ന്യായമാണ് പണ്ഡിതന്മാർ അതിനെ കണ്ടത്. തറാവീഹ് 11 എന്നും സുന്നത്ത് 11 എന്നും വിശ്വസിക്കുകയും എന്നാൽ ദീർഘമായി നിൽക്കാൻ പ്രയാസം വന്നപ്പോൾ സ്വതന്ത്രമായ ഇബാദത്തല്ലേ, സുന്നത്തല്ലേ, അത് ദീർഘിക്കുന്ന, അത് എണ്ണം വർദ്ധിക്കുന്ന വിരോധമില്ല എന്ന ന്യായം പറഞ്ഞുകൊണ്ട് എണ്ണം പരിഗണിക്കാതെ ആ സമയം അവർ പാലിച്ചു പോന്നു. അങ്ങനെ വ്യത്യസ്ത എണ്ണങ്ങൾ വന്നു. അതേപോലെ ഒരേ സമയത്ത് വ്യത്യസ്തങ്ങളായ ജമാഅത്തുകൾ നടന്ന സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്. 4 ജമാഅത്ത് 6 ജമാഅത്ത് വരെ ഒരേ സമയത്ത് നടന്നത് നമുക്കവിടെ കാണാൻ കഴിയും. മാത്രവുമല്ല, സ്വലാത്തു തറാവീഹി മിൻ അക്സറ മിൻ അൽഫ് ആമിൻ ഫിൽ ഹറമൈൻ എന്ന കിതാബ് കാണാൻ പറ്റും. 1000 വർഷത്തിലധികം ഇരു ഹറമിലെ തറാവീഹിന്റെ ചരിത്രം എന്ന പേരിൽ ഒരു ഗ്രന്ഥമുണ്ട്. 1000 കൊല്ലം 2 ഹറമിൽ തറാവീഹ് എങ്ങനെ നടന്നു, ഈ പറയപ്പെട്ട എല്ലാ അഭിപ്രായങ്ങളും അതിൽ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പിൽക്കാലത്തിൽ ഏകീകരണം വന്നപ്പോൾ 20-ൽ ഏകീകരിച്ചു എന്ന് മാത്രമേ പിന്നീട് ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് മാത്രം മതത്തിൽ അത് സുന്നത്തായി മാറുകയില്ല. ഇന്നും അവിടെ 20 നിസ്കരിക്കുന്ന ആളോട് ചോദിച്ചാൽ അവർ പറയും 20 സവിശേഷത ഒന്നുമില്ല, സുന്നത്ത് 11, ഹദീസ് വന്നത് 11, കൂടുന്നതിന് വിരോധമില്ല. നമ്മുടെ നാട്ടിൽ തിരിച്ചാണ്.
തറാവിഹ് 20 കൂടാനും പറ്റൂല കുറയാനും പറ്റൂല. അതാ പ്രശ്നം. ഇവിടെ 11 നിസ്കരിച്ചാൽ കുഴപ്പമാണ്, ബാക്കി വെട്ടിച്ചുരുക്കി തുടങ്ങി. ഇനി ഒരു സുന്നിപ്പള്ളി പോയിട്ട് നിങ്ങൾ 35 നിസ്കരിച്ചു നോക്കുക, ആകെ പ്രശ്നമാവും. ഇവിടെ കൂടാനും കുറയാനും പറ്റൂല. 20 സവിശേഷ കൽപ്പിക്കുകയും അതാണ് സുന്നത്ത് എന്ന് വിശ്വസിക്കുകയും അതിനപ്പുറവും ഇപ്പുറവും പോകൽ വിദഅത്തായി കാണുകയും ചെയ്യുമ്പോൾ ഈ 20 വിദഅത്തായി മാറി. ആ 20 സവിശേഷ കൽപ്പിച്ചു, അതാണ് സുന്നത്ത് എന്ന് വാദിച്ചു. അത് 11 നിസ്കരിക്കുന്നത് പോലും അതിൽ വെട്ടിച്ചുരുക്കിയതാണ് എന്ന വാദം കൊണ്ടുവന്നു. അങ്ങനെ വരുമ്പോൾ ആ 20 വിദഅത്തായി മാറുന്നു. അതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുക. ഏതായിരുന്നാലും അല്ലാഹുവിന്റെ റസൂലിന്റെ നടപടിക്രമം, സ്വഹാബത്തിന്റെ നടപടിക്രമം, അതാണ് അത് നമുക്ക് പിൻപറ്റാൻ ഏറ്റവും അനുഗുണമായിട്ടുള്ളത്. അത് 11 എന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല എന്നുകൂടി കൂട്ടത്തിൽ മനസ്സിലാക്കുക. അതിൽ നമ്മൾ നിലകൊള്ളുക, അതാണ് നമുക്ക് ഏറ്റവും അഭികാമ്യം. അല്ലാഹു അഅലം. പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ ദഹ്വ സമിതി ചങ്ങരംകുളം മണ്ഡലം സംഘടിപ്പിക്കുന്ന ഈ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇവിടെ രജിസ്ട്രേഷൻ കൗണ്ടറിൽ ചെന്നപ്പോഴാണ് മനസ്സിലായത് 1.5 ചോദ്യമാണ് ഒരാൾക്ക് അനുവദനീയം. പല ചോദ്യങ്ങളും മനസ്സിലിട്ടിങ്ങനെ മനനം ചെയ്തപ്പോഴാണ് 1.5 ചോദ്യം വരുന്നത്. ഏതായാലും എൻ്റെ പുറകിലും പല ആളുകളും സംസാരിക്കാനുണ്ടാവും. ഇവിടെ സംസാരിച്ച ആളുകൾ മുഴുവൻ ഒരു വൃത്തത്തിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ടാണ് സംസാരിച്ചത്. വൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിൽ നടക്കുന്ന അനാചാരങ്ങളെ, ദുരാചാരങ്ങളെ, കൊള്ളരുതായ്മകളെ എതിർക്കുന്ന ഒരു സമീപനം ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു ഫ്രാക്ഷൻ, ഞാൻ പ്രത്യേകം അടിയവരായിട്ട് പറയുകയാണ്, ഒരു ഫ്രാക്ഷൻ, ഇത് സംസാരിക്കുന്ന എനിക്ക് ഒരു മതസംഘടനകളോടും ഒരു വിധേയത്വമോ ഒരു വിരോധമോ ഇല്ലാത്ത ആളാണ്. ഇവിടെ പറയുന്നുണ്ട്, അതെന്തോ ആവട്ടെ, അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിൻ്റെ അന്തരാളത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണെങ്കിൽ ഞാനതിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഇവിടെ ഇന്ത്യ ഒരു സെക്യുലർ രാജ്യമാണ്. 29ഓളം സംസ്ഥാനങ്ങളുണ്ട്. അവസാനം വന്ന തെലുങ്കാന അടക്കം ഇന്ത്യ മഹാരാജ്യത്ത്. ഇവിടെ ഹിന്ദുവും മുസ്ലിമും സിഖും പാർസിയും ജിനനും ജൂതനും ഒക്കെ തോളോട് തോൾ ചേർന്ന് ജീവിക്കുന്ന ഒരു രാജ്യമാണ്. ഇവിടെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല മറ്റ് ഇതര സമുദായങ്ങൾക്കൊക്കെയുള്ള കോമൺ പ്രശ്നങ്ങളുണ്ട്. പട്ടിണി, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, അതേപോലെ തന്നെ സാമ്രാജ്യത്തിൻ്റെ നുഴഞ്ഞുകയറ്റം, വർഗീയത, ഈ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായി അല്ലെങ്കിൽ അതിൽ പ്രതിഷേധിക്കാനായി ഈ സംഘടന എന്ത് ചെയ്തു? എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്തതായിട്ട് ഞാൻ അറിയുന്നില്ല. പിന്നെ ഇവിടെ ഒരുപാട് മുസ്ലിം സംഘടനകളുണ്ട്. എല്ലാ മുസ്ലിം സംഘടനകളും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് ഒക്കെ ഫിനാൻഷ്യലായിട്ടുള്ള, സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് സുന്നിയായാലും മുജാഹിദായാലും ജമാഅത്തായാലും ഒക്കെ നിലകൊള്ളുന്നത്, അതിനെ ഇസ്ലാം എന്ന മുഖാവരണം നടത്തിക്കൊണ്ട് പാവപ്പെട്ട മനുഷ്യരെ, ഞാനിത് പറയുന്നത് ആരോടും വിധേയത്വമോ ഉള്ളതുകൊണ്ടല്ല, അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ എന്നെ കുറ്റപ്പെടുത്താൻ കഴിയുമോ നിങ്ങൾക്ക്? എനിക്ക് വ്യക്തവും സുതാര്യമായ ഒരു മറുപടി ഞാൻ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, നമ്മുടെ സുഹൃത്തിൻ്റെ ചോദ്യം, നമ്മുടെ ഈ പ്രോഗ്രാം ഒരു വൃത്തത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ടാണ്. ഏതൊരു പ്രോഗ്രാം നടത്തുമ്പോഴും അതിനൊരു ടൈറ്റിലും അതിനൊരു വിഷയവും ഉണ്ടാകുമെന്നുള്ളത് ആർക്കും അറിയാത്ത വസ്തുതയല്ല. രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ മൗലികമായ പ്രശ്നങ്ങളുമുണ്ട്, അല്ലാത്ത പ്രശ്നങ്ങളുമുണ്ട്. അത് പരിഹരിക്കാൻ ഒരു പ്രസ്ഥാനം എന്നുള്ള നിലക്ക് ഏത് കാലഘട്ടത്തിലും മുന്നിൽ നിന്നിട്ടുള്ള പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനമെന്ന് യാതൊരുവിധ മുൻധാരണയുമില്ലാതെ ഇതിനെ നോക്കിക്കാണുന്ന ആർക്കും വ്യക്തമാകാവുന്നതാണ്. ഇദ്ദേഹം സൂചിപ്പിച്ച ഏറ്റവും വലിയ ഭീഷണികളിലൊന്നായ തീവ്രവാദ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ നാം വിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ മുസ്ലിമീങ്ങളെ തീവ്രവാദികളായി ചിത്രീകരിക്കുകയും ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് മുസ്ലിമീങ്ങളെ നയിക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢശ്രമങ്ങൾ നടക്കുകയും ചെയ്യുമ്പോൾ രണ്ട് തലത്തിൽ അതിനെ ബോധവൽക്കരിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തീവ്രവാദിയാകുവാൻ പറ്റില്ല. അന്യായമായി ഒരാളുടെ
ജീവനെടുക്കുക എന്നത് വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നത് പോലെ മൊത്തം മനുഷ്യന്മാരെ കൊന്നെടുക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഒരാളുടെ ജീവൻ എടുക്കുന്നത് പോലും അന്യായമായി ശരിയല്ല എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ വാചകങ്ങൾ ഉദ്ധരിച്ച് കേരളത്തിലുടനീളം തീവ്ര ഭീകര